വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. 33 അധ്യായം ദൈവത്തിൻ്റെ പുനഃസ്ഥാപന വാഗ്ദാനവും മിശിഹായുടെ ഭരണത്തെക്കുറിച്ചുള്ള പ്രവചനവും ഉൾക്കൊള്ളുന്നു. ആ നാളിൽ ആ സമയത്ത് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. ജെറമിയ 33 അധ്യായം 15 തിരുവചനം. 34 അധ്യായം യഹൂദ രാജാവായ സിദെക്കീയാവിനോടുള്ള ദൈവത്തിൻ്റെ സന്ദേശവും ജനങ്ങളുടെ നിയമലംഘനവും സംബന്ധിച്ചിരിക്കുന്നു. ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല. ഇതാ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ ബീഭത്സ വസ്തുവായി തീരും. ജെറമിയ 34 അധ്യായം 17 തിരുവചനം. 35 അധ്യായം റക്കാബ്യരുടെ വിശ്വാസനിഷ്ഠയും അനുസരണവും ദൈവം ഉദാഹരണമായി കാണിക്കുന്ന ഭാഗമാണ്. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. എന്തെന്നാൽ റക്കാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. ജെറമിയ 35 അധ്യായം 6 തിരുവചനം. 36 അധ്യായം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രേഖപ്പെടുത്തലും രാജാവിൻ്റെ പ്രതികരണവും സംബന്ധിച്ചിരിക്കുന്നു. ഈ അധ്യായത്തിലെ 2, 23, 28 വചനങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയയുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യൂദയായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് അത് കത്തികൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു. കർത്താവ് ജെറമിയോട് അരുളി ചെയ്തു, നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യൂദാ രാജാവായ യെഹോയാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിലുണ്ടായിരുന്ന സകലതും എഴുതുക. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.